രാഷ്ട്രീയ രംഗത്തെ അതികായൻ എ.കെ. ആന്റണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയത് വലിയ പ്രഖ്യാപനങ്ങളിലേക്കായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുന്ന തർക്കങ്ങൾക്കും കെ സുധാകരന്റെ നിലപാടുകൾക്കും മറുപടിയുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള ആന്റണിയുടെ വാക്കുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇനി മൂന്നാമതൊരു പിണറായി ഭരണം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ആന്റണി ഉയർത്തിയ പ്രധാന വാദം. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയുസുള്ളൂ എന്നും ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് വെറും ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് മാത്രമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കെയർ ടേക്കർ ഗവൺമെന്റ് നൽകുന്ന നിയമവിരുദ്ധമായ ഉത്തരവുകൾ അന്ധമായി അനുസരിക്കുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ആലോചിച്ച് വേണം ചെയ്യാനെന്നൊരു ശക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നും കേരളം UDF-നൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കെ സുധാകരനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വളരെ വൈകാരികമായാണ് അദ്ദേഹം മറുപടി നൽകിയത്. തന്റെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന നേതാക്കളിൽ ഇന്ന് കണ്ണൂരിൽ അവശേഷിക്കുന്ന ഏറ്റവും മുതിർന്നതും ജനപ്രിയനുമായ നേതാവ് സുധാകരനാണെന്ന് ആന്റണി പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പൊരുതുന്ന കരുത്തനായ നേതാവാണ് സുധാകരൻ. അദ്ദേഹം പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കില്ലെന്നും മൂന്നാമതൊരു പിണറായി ഭരണം ഉണ്ടാകാതിരിക്കാൻ സുധാകരൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും ആന്റണി സാക്ഷ്യപ്പെടുത്തി. സുധാകരനുമായി താൻ നടത്തിയ സ്വകാര്യ സംഭാഷണങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ലീഡിംഗ് ചോദ്യങ്ങൾക്ക് ചോദിച്ച മാധ്യമപ്രവർത്തകരെ തമാശ രൂപേണ വിലക്കുകയും ചെയ്തു. VS ശിവകുമാറിനെ പോലുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച അദ്ദേഹം ശിവകുമാർ ഇത്തവണ നിയമസഭയിൽ ഉണ്ടാകുമെന്നും എവിടെ നിന്നാലും അദ്ദേഹം ജയിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പാർട്ടി അച്ചടക്കം പാലിക്കുന്ന ഒരാളായതുകൊണ്ട് താൻ ഔദ്യോഗിക പദവിയിലുള്ള നേതാക്കൾ പറയുന്നതിനപ്പുറം ഒന്നും പറയില്ല എന്നും ആന്റണി വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് മുഴുവനായി ഒന്ന് കണ്ടുനോക്കാം. തിരുവനന്തപുരം UDF-ന് കിട്ടും, കേരളവും കിട്ടും. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇത്തവണ UDF-ന് കൂടെയാണ്. UDF-ൻ്റെ കൂടെയാണെന്ന് പറഞ്ഞതിനേക്കാൾ ഞാൻ പറയുന്നത് ഇനി മൂന്നാമതൊരു പിണറായി ഭരണം, മാർക്സിസ്റ്റ് ഭരണം ഉണ്ടാകാൻ കേരളം ഇഷ്ടപ്പെടുന്നില്ല. അതൊരു താൽക്കാലികമായ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഏതാനും ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും. അത് കേൾക്ക്. അതുകൊണ്ട് ഉറപ്പിച്ച് ഞാൻ പറയാം, കേരളത്തിൽ ഭരണം മാറും. കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഭരിക്കുന്നത് ഒരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ്. അതെല്ലാവരും ഓർക്കണം. കെയർ ടേക്കർ ഗവൺമെൻറ് പറയുന്ന നിയമവിരുദ്ധമായ ഉത്തരവുകൾ അന്ധമായി അനുസരിക്കുന്നവർ വളരെ ആലോചിച്ചിട്ട് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ശിവകുമാർ ഒരു നല്ല മന്ത്രിയായിരുന്നു, നല്ല ജനപ്രതിനിധിയായിരുന്നു. എവിടെ നിന്നാലും ശിവകുമാർ ജയിക്കും. അനൗൺസ് ചെയ്തതിന് മുമ്പ് ഞാൻ കോൺസ്റ്റിറ്റ്യൂൻസി പറഞ്ഞ് ശരിയല്ലോ. ശിവകുമാർ ഇത്തവണ കേരള നിയമസഭയിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ നേരത്തെ കെ സുധാകരൻ സംസാരിച്ചെന്ന് പറഞ്ഞിരുന്നു. സുധാകരൻ മറുപടി എന്തായിരുന്നു? അദ്ദേഹം പാർട്ടി പറയുന്നത് കേൾക്കുമോ? എന്താണ് പറഞ്ഞത്? ഞങ്ങൾ തമ്മിൽ ഉള്ള സ്വകാര്യ സംഭാഷണത്തിന് വിശദാംശങ്ങൾ പരിശീലില്ല. എനിക്ക് കണ്ണൂർ ജില്ലയിൽ കേശുക്കാലം മുതൽ പരിചയമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ മിക്കവരും ഇപ്പോൾ കൂടെയില്ല. ഇന്ന് കണ്ണൂർ ജില്ലയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന ജനപ്രിയനായ നേതാവ് സുധാകരനാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി പൊരുതുന്ന പ്രവർത്തകരുള്ള നേതാവാണ്. ആ സുധാകരൻ തീർച്ചയായും മൂന്നാമതൊരിക്കൽ കൂടിയുള്ള ഒരു പിണറായി ഭരണം കേരളത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തില്ല എന്നാണ് ഒരു ഉറപ്പ്. ചോദ്യോത്തരത്തൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അല്ല, ഞാൻ പറയത്തില്ല. കാരണം ഞാനിപ്പോൾ അങ്ങനെ അധികം കാര്യങ്ങൾ പറയുന്ന ആളല്ല, അധികം ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളല്ല. കാരണം ഇപ്പോൾ ഔദ്യോഗിക നേതാക്കന്മാർ വേറെയാണ്. ഞാൻ പഠിച്ച പാർട്ടി അച്ചടക്കം പണ്ട് എത്ര വലിയ നേതാവായാലും ഇന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടിയുടെ ഔദ്യോഗിക നേതാക്കന്മാരുണ്ട്.
അവരാണ് പാർട്ടി നേതാക്കന്മാർ. അപ്പോൾ ഞാൻ അധികം പറയാറില്ല. ഇന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ വീട്ടിൽ ഈ നല്ല വെയിലത്ത് തിറന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിച്ചാൽ ശിവകുമാരൻ നിങ്ങളും കൂടെ ആശംസ നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങൾ വളരെ നല്ല ക്രിമിനലായിട്ട് ലീഡിങ് ക്വസ്റ്റ്യനാണ്. കുറച്ച് വിസ്താരത്തിൽ ആൾക്കാരെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ വളരെ ശരിയല്ല. ശരിക്കും എംപിമാർ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ? സാറിന്റെ അഭിപ്രായം എന്താണ്? നല്ല എൻ്റെ പേര് മേഘന. നല്ല കറസ്പോണ്ടൻ്റാണ്.